എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ റിയൽ സീരിയസ് സീനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് വരുന്നു. പക്ഷെ വഴിയിൽ വെച്ച് ക്രിട്ട് അവളെ കാണുന്നുണ്ട്. നീ എന്തായി ചെയ്യുന്നത്? നിന്നെ ആരെങ്കിലും കാണുകയാണെങ്കിൽ എല്ലാം പ്രശ്നമാകും. അതുകൊണ്ട് ബെറ്റർ നീ എൻ്റെ കൂടെ വരുന്നതാണെന്ന് അവൻ പറയുന്നു. പക്ഷേ സിരിയ കേൾക്കുന്നില്ല. എനിക്കെൻ്റെ സിസ്റ്ററിനെ കാണണമെന്ന് അവൾ പറയുന്നു. ക്രിട്ട് ആരോട് സംസാരിക്കുന്നത് ന്യൂട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അവൾക്കെന്തോ ഡൗട്ട് തോന്നുന്നു. അവൻ സംസാരിക്കുന്നത് ഒരു ഗേളിനോടാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. ആരാണെന്ന് നോക്കാനായി ന്യൂട്ട് അവിടേക്ക് വരുന്നു. പക്ഷേ അവൾ അവിടെ വരുമ്പോഴേക്കും ക്രിട്ട് സിരിയയും കൂട്ടി അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അവൻ സിരിയയും കൂട്ടി വരുന്നത് ലിഫ്റ്റിനടുത്തേക്കാണ്. പക്ഷെ സിരിയ ആകട്ടെ പോകാൻ തയ്യാറാകുന്നില്ല. എൻ്റെ സിസ്റ്ററിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് അവളെ കാണണമെന്ന് അവൾ വീണ്ടും പറയുന്നു. നിന്റെ സിസ്റ്റർ ഇപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞ് അവൻ ഫോഴ്സ് ചെയ്ത് സിരിയെ ലിഫ്റ്റിൽ കയറ്റുന്നു. ന്യൂട്ട് വരുമ്പോഴേക്കും അവർ രണ്ടുപേരും അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ഈ സീനിൽ ഞാൻ രാത്രി മുഴുവൻ സിരിയുടെ കൂടെ ഇരുന്ന് അവളെ കെയർ ചെയ്യായിരുന്നു. തീ അവളുടെ അടുത്തേക്ക് വന്ന്, നീ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല, പോയി കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യൂ, സിരിയുടെ കൂടെ ഞാനിരിക്കാം, ഇവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അവൻ പറയുന്നു. നീ ഷുവർ ആണോ? നീ ഇപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട ടൈമാണ്. നിന്റെ ഹെൽത്ത് കണ്ടീഷൻ ശരിയല്ല. നിന്റെ ഈ സർജറി കഴിഞ്ഞല്ലേ ഉള്ളൂ. സിരിയുടെ കൂടെ ഇരിക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഓക്കെയാണ്, സിരിയെ ഞാൻ നോക്കിക്കോളാം, നീ പോയി റെസ്റ്റ് എടുക്കാൻ തീ പറയുമ്പോൾ ഞാൻ അവിടുന്ന് പോകുന്നുണ്ട്. തീ സീനിയുടെ അടുത്ത് വന്നിരുന്ന് അവളെ കെയർ ചെയ്യുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ അവൻ അവിടെ നിന്ന് ഉറങ്ങിപ്പോകുന്നു. സീനയ്ക്ക് ബോധം വരുന്നു. തൻ്റെ അടുത്ത് തീ ഇരിക്കുന്ന കണ്ട് അവൾ സ്നേഹത്തോടെ അവനെ തലയിൽ തലോടുന്നുണ്ട്. അപ്പോഴേക്കും നണ്ണ് അവിടേക്ക് വരുന്നു. സീനയ്ക്ക് ബോധം വന്നിരിക്കുന്ന കണ്ട് അവൾ ഒരുപാട് ഹാപ്പിയാകുന്നു. ഉറക്ക സീനെ വിളിക്കുന്നുണ്ട്. ഈ സൗണ്ട് കേട്ട് തീ എണീക്കുന്നു. ഇനി നീ കുറച്ചു നേരം പോയി റെസ്റ്റ് എടുത്തോളൂ, ഇവളുടെ കൂടെ ഞാൻ നിൽക്കാമെന്ന് ഞാൻ പറയുന്നു. സീനയ്ക്ക് മരുന്ന് കൊടുക്കാനായി ഒരു നേഴ്സ് അവിടേക്ക് വരുന്നു. തീയും സീനയും കാണുമ്പോൾ നിങ്ങൾ ക്യൂട്ട് കപ്പിളാണെന്ന് ആ നേഴ്സ് പറയുന്നു. ഇത് കേട്ട് രണ്ടുപേരും ഷൈയായി സ്മൈൽ ചെയ്യുന്നുണ്ട്. നീ ഇനി കുറച്ചു നേരം പോയി റെസ്റ്റ് എടുത്തോളൂ, ഞാനിപ്പോൾ നല്ല ബെറ്റർ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് സീന പറയുന്നു. ഈ സീനിൽ പായുടെ ഹസ്ബൻഡ് സെക്രട്ടറി പോലീസ് സ്റ്റേഷനിൽ വന്ന് പായുടെ എഗൻസ്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നോക്കൂ സർ, പാ എൻ്റെ വീട്ടിൽ കയറി എന്നെ ഇത്ര ഉപദ്രവിച്ചു. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന അവൾക്ക് സ്വന്തം ഹസ്ബൻഡിനെ കൊല്ലാൻ പറ്റാതിരിക്കൂ. എനിക്കുറപ്പാണ് പാ തന്നെയാണ് അവളുടെ ഹസ്ബൻഡിനെ കൊന്നത്. അന്ന് അവർക്കിടയിൽ ഒരുപാട് ഫൈറ്റ് നടന്നു എന്ന് സെക്രട്ടറി പറയുന്നുണ്ട്. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാമെന്ന് ആ പോലീസ് ഓഫീസർ അവളോട് ചോദിക്കുന്നുണ്ട്. കാരണം ഞാൻ പായുടെ ഹസ്ബൻഡ് സെക്രട്ടറി ആണെന്ന് അവൾ പറയുന്നു. ഈ സീനിൽ പായുടെ കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ന്യൂട്ടിന്റെ അടുത്ത് ക്രിട്ട് വരുന്നുണ്ട്. ഈ കേസിൽ സിരിയുടെയും തീയുടെ ഇൻവോൾവ്മെന്റും നമ്മൾ കൊണ്ടുവരുന്നത് ബെറ്റർ എന്ന് ക്രിട്ട് പറയുമ്പോൾ, ഇല്ല അത് ശരിയാകില്ല, മദർ ഓൾറെഡി എന്നോട് പറഞ്ഞാണ് ഒരു കാരണവശാലും സിരിയെ ഈ കേസിൽ ഇൻവോൾവ് ചെയ്യിക്കരുതെന്ന്. നിനക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ, അല്ലെങ്കിൽ നിന്നേക്കാളും ബെറ്റർ ലോയറിനെ ഞാൻ ഹയർ ചെയ്യും. പക്ഷെ എൻ്റെ ആഗ്രഹം ഈ കേസ് നീ തന്നെ ഹാൻഡിൽ ചെയ്യണം എന്നാണെന്ന് ന്യൂട്ട് പറയുന്നു. ന്യൂട്ടിന്റെ ഈ റൂഡായിട്ടുള്ള സംസാരം കേട്ട് ക്രിട്ടിന് ഒരുപാട് ബാഡ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് അവൻ അവളോടൊന്നും പറയുന്നില്ല. തൻ്റെ ജോബ് അവിടെ ഇരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ പോലീസ് ഓഫീസർ വന്ന് സീനയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു. ആ റൂമിൽ എന്താണ് സംഭവിച്ചത്, നിങ്ങൾ എന്തിനാണ് അവിടേക്ക് പോയെന്നെല്ലാം ഓഫീസർ ചോദിക്കുന്നുണ്ട്. സീനയ്ക്കാണെങ്കിൽ എന്തു പറയണമെന്നറിയില്ല. കാരണം അവൾ അവിടേക്ക് പോയത് പണ്ട് സിരിയെ ഷൂട്ട് ചെയ്ത് ആരാണെന്ന് അന്വേഷിച്ചായിരുന്നു. ഈ കാര്യം അവൾക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായി ക്രിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവൻ ഓരോന്ന് പറഞ്ഞത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയ ശേഷം സീന വീട്ടിലേക്ക് വരുന്നു. അവളെ കണ്ട് കാവ് ഒരുപാട് ഹാപ്പി ആയിരുന്നു. പക്ഷേ ഈ കൂട്ടത്തിൽ ഒരാൾ സാഡ് ആയിരുന്നു, തീ. കാരണം അവൻ ഇപ്പോൾ പോപ്പിന്റെ മദറിന്റെ കൂടെ സംസാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പോപ്പിന്റെ മദർ അവനെ ഒരു കാര്യം റിയലൈസ് ചെയ്യിക്കുന്നുണ്ട്. നിന്റെ സിരിയുടെ മാരേജ് നിങ്ങൾ രണ്ടുപേരുടെയും താല്പര്യത്തിൽ നടന്നില്ല, പകരം സിറ്റുവേഷന്റെ സമ്മർദ്ദം മൂലമാണ് നിങ്ങൾ മാരേജ് ചെയ്തത്. അതുകൊണ്ട് ഇതൊരു റിയൽ മാരേജ് അല്ലെന്ന് മദർ പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് തീ ഒരുപാട് സാഡ് ആയിട്ടുണ്ടായിരുന്നു. ഈ സീനിൽ പായെ കാണാനായി നിയും പോലീസ് സ്റ്റേഷനിൽ വരുന്നു. പക്ഷേ നിയും പായോട് നന്നായി സംസാരിക്കുന്നില്ല. പായോട് ഒരുപാട് ദേഷ്യത്തിലായിരുന്നു. മോം എന്തിനാണ് എൻ്റെ ഡാഡിനെ കൊന്നത്? എന്ത് റീസൺ കൊണ്ടാണ് മോമിനെ ഡാഡിനെ ഷൂട്ട് ചെയ്യേണ്ടി വന്നത്? ഡാഡ് എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രഷ്യസ് ആയിരുന്നു. എൻ്റെ ലൈഫ് മുഴുവൻ നിങ്ങൾ നശിപ്പിച്ചു. എൻ്റെ ലൈഫിൽ ഇനി ഒന്നും ബാക്കിയില്ല. ജീവിതകാലം മുഴുവൻ ഞാൻ നിങ്ങളെ വെറുക്കും. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ മദറിനെ വിളിക്കില്ലെന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നുണ്ട്. പായാകട്ടെ ഒരുപാട് കരയുന്നു.
വീട്ടിൽ വന്ന ശേഷവും നിയോം ഒരുപാട് സാഡായിരുന്നു. തൻ്റെ ഫാദറുമായി സ്പെൻഡ് ചെയ്ത ആ നല്ല മെമ്മറീസ് എല്ലാം അവൾ ഓർക്കുന്നുണ്ട്. അവൾ ഒരുപാട് കരയുന്നു. ഡാഡ് എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്തിനാ പോയെന്നൊക്കെ ചോദിച്ച് അവൾ കരയുന്നുണ്ട്. അതേസമയം നിയോനോട് സംസാരിച്ച ശേഷം പാ ഒരുപാട് സാഡായിരുന്നു. തൻ്റെ മകൾ ഇപ്പോൾ തന്നെ ഒരുപാട് വെറുക്കുന്നെന്നും തൻ്റെ മുഖം പോലും കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നും തൻ്റെ വീട്ടുകാരും തന്നെ വെറുക്കുന്നെല്ലാം അവൾ ആലോചിക്കുന്നു. പോലീസിന് മുന്നിൽ തൻ്റെ ഹസ്ബൻഡിനെ കൊന്നത് താനാണെന്ന് അവൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതറിഞ്ഞ് വീട്ടുകാരെല്ലാവരും പായെ കാണാൻ വരുന്നു. എല്ലാവരും അപ്സെറ്റ് ആയിരുന്നു. എസ്പെഷ്യലി അവളുടെ മദർ. ഞാൻ ഇതൊരിക്കലും വിശ്വസിക്കില്ല. എനിക്ക് ഉറപ്പാണ് നിനക്കൊരിക്കലും നിന്റെ ഹസ്ബൻഡിനെ കൊല്ലാൻ പറ്റില്ല. കാരണം എനിക്കറിയാം നീ എന്തുമാത്രം അവനെ സ്നേഹിക്കുന്നെന്ന്. പിന്നെ നീ എന്തിനാണ് ഈ ക്രൈം അക്സെപ്റ്റ് ചെയ്യുന്നെല്ലാം മദർ ചോദിക്കുന്നു. പാ മറുപടി ഒന്നും പറയുന്നില്ല. ഈ ന്യൂസ് അറിഞ്ഞ റിപ്പോർട്ടേഴ്സും പോലീസ് സ്റ്റേഷനിൽ വരുന്നു. പായെ കുറെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് റൂഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവളോട് ചോദിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഹസ്ബൻഡിനെ കൊന്നത്? നിങ്ങൾ എന്താ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നില്ലേ? അദ്ദേഹത്തിന് വേറെ മിസ്ട്രസ് ഉണ്ടായിരുന്നോ? ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം കേട്ട് പാ കൂടുതൽ സാഡാകുന്നു. തൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അവൾ ഒരിക്കലും ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതെങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അവൾക്കറിയേയില്ല. ഈ സീനിൽ തീയുടെ വീട്ടിലെ വാച്ച്മാൻ ആ വീട്ടിലെ ജോബ് ഉപേക്ഷിച്ചു പോകുന്നു. റീസൺ പറയുന്നതോ എൻ്റെ ഗ്രാമത്തിൽ ഇപ്പോൾ ഒരുപാട് കള്ളന്മാരുണ്ട്, എൻ്റെ ഫാമിലി സേഫ് അല്ല, അതുകൊണ്ട് ഞാൻ ജോബ് ഉപേക്ഷിച്ച് പോവുകയാണെന്ന് തീയുടെ സ്പൈയോട് പറയുന്നു. ഇതൊരു റീസൺ തന്നെയാണോ? അറ്റ്ലീസ്റ്റ് നീ ജോബ് വിട്ടു പോകുമ്പോൾ എന്തെങ്കിലും പ്രോപ്പർ റീസൺ പറഞ്ഞിട്ട് പോകാൻ സ്പൈ പറയുന്നുണ്ട്. തീ വന്ന് കാര്യം എന്താണെന്ന് ലീയോട് ചോദിക്കുന്നുണ്ട്. സ്പൈയുടെ റിയൽ നെയിം ലീ എന്നാണ്. വാച്ച്മാൻ ജോബ് ഉപേക്ഷിച്ച് പോയി. റീസൺ പറഞ്ഞതോ തൻ്റെ ഫാമിലി സേവ് ചെയ്യണമെന്ന്. ഇത് കള്ളാണെന്ന് ലീ പറയുന്നു. തീ അവിടുന്ന് പോകുന്നുണ്ട്. തീ ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു ലേഡി ശ്രദ്ധിക്കുന്നു. ഇവർ തീയുടെ ഫ്ലാഷ് ബാക്ക് കാണിച്ചപ്പോൾ കാണിച്ച് തീയുടെ റിയൽ മദറാണ്. ഈ സീനിൽ പായെ കാണാനായി സീന ജയിലിലേക്ക് വരുന്നു. അവളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ നിങ്ങൾ ഉപേക്ഷിച്ച് പോകുമ്പോൾ എന്ത് ഫീലിംഗ് ആണെന്ന് നിനക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. നീ എന്നോട് പാസ്റ്റിൽ എന്തൊക്കെ ചെയ്തെന്ന് നിനക്കറിയാം. അതിനെല്ലാം ഞാൻ നിന്നോട് ഇപ്പോൾ ക്ഷമിച്ചിരിക്കുന്നു. സത്യം പറയാമല്ലോ, നിന്നെ ഈ കണ്ടീഷനിൽ കാണുമ്പോൾ ഞാൻ ഒരുപാട് സാഡാണ്. പക്ഷേ നിന്റെ ലൈഫ് ഇങ്ങനെ ആകണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് ഓക്കെ ആകാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് സിരിയ പറയുന്നു. ഇത് സത്യത്തിൽ റിയൽ സിരിയാണ്. പണ്ട് പോപ്പിൻ്റെ കൂടെ ഉള്ള സമയത്ത് സിരിയെ പാ ഒരുപാട് ഹർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവളിവിടെ സംസാരിക്കുന്നത്. അതേസമയം പായെ കാണാനായി നുട്ടും തീയും ജയിലിലേക്ക് വരുന്നു. ഇവർ വരുന്നത് വെളിയിൽ നിൽക്കുന്ന ക്രിട്ടും സീനയും കാണുന്നു. ആകെ ടെൻഷൻ ആകുന്നുണ്ട്. ഈ കാര്യം പറയാനായി അവർ റിയൽ സിരിയെ കോൾ ചെയ്യുന്നു. പക്ഷെ കോള് കണക്റ്റ് ആകുന്നുമില്ല. തന്നെ വെളി വരെ പോകാനായി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ സിരിയ ഒരാളോട് പറയുന്നുണ്ട്. അയാൾ അവളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നുട്ടും തീയും വരുന്ന കാണുമ്പോൾ കാലുളുക്കിയതായി അവൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ കാരണത്താൽ തീയും നുട്ടും ഇവളെ കാണുന്നില്ല. അവർ പാസ് ചെയ്തു പോകുന്നു. റിയൽ സിരിയോട് സംസാരിച്ച ശേഷം പാ ഒരുപാട് സാഡായിരുന്നു. അതുകൊണ്ട് തന്നെ തീ നുട്ടുമെന്ന് സംസാരിക്കുമ്പോൾ അവൾ പ്രോപ്പറായിട്ട് ഒന്നും പറയുന്നില്ല. എനിക്ക് നിങ്ങളെ ആരെയും കാണണ്ട. കുറച്ച് നേരത്തേക്ക് നിങ്ങൾ എന്നെ വെറുതെ വിടൂ. ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി ഇവിടേക്ക് വരരുതെന്ന് പറയുന്നു. പായുടെ ഈ ബിഹേവിയറിൽ തീ നുട്ട് അപ്സെറ്റ് ആയിരുന്നു. രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് തീ നടക്കുമ്പോൾ നേരത്തെ കാണിച്ച ആ ലേഡി തീയെ വിളിക്കുന്നു. അതും അവൻ്റെ പേര് വെച്ച്. തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ആകെ ഷോക്കാകുന്നു. കാരണം അത് അവൻ്റെ റിയൽ മദറാണ്. അവൻ ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നുണ്ട്. ഈ മദർ തന്നെ ഉപേക്ഷിച്ച് പോയതും താൻ പുറകെ പോയിട്ടും തന്നെ തിരിഞ്ഞു നോക്കാത്ത കാര്യങ്ങളെല്ലാം. നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ നിന്റെ മദറാണെന്ന് ആ സ്ത്രീ പറയുന്നു. എൻ്റെ മദറോ? എനിക്ക് മദറില്ല. ജനിച്ചപ്പോൾ മുതലേ എനിക്ക് മദറില്ല. നിങ്ങൾ ആരാണ്? എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല എന്ന് തീയും പറയുന്നു. നിനക്ക് സത്യത്തിൽ എന്നെ മനസ്സിലായില്ലേ എന്ന് ആ ലേഡി ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. നിങ്ങൾ വന്ന വഴിയെ തിരിച്ചു പോകുന്ന ബെറ്റർ. നിങ്ങൾക്കെന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചാണെന്ന് പറഞ്ഞ് തീ അവിടുന്ന് പോകുന്നു. ആ ലേഡിയാകട്ടെ ഒരുപാട് കരയുന്നുണ്ട്. ആ ലേഡിയും ഒരുപാട് കരയുന്നുണ്ട്. തൻ്റെ സ്വന്തം മകൻ തന്നെ തിരിച്ചറിയാൻ കൂട്ടാക്കുന്നില്ലെന്നറിഞ്ഞ് തീ റൂമിലേക്ക് വരുന്നു. അവൻ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ഒരുപാട് അപ്സെറ്റായിരുന്നു. അപ്പോൾ സീന അവിടേക്ക് വരുന്നുണ്ട്. ഡോർ നോക്ക് ചെയ്ത് അവൻ തുറക്കാൻ പറയുന്നു. പക്ഷെ അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. ഡോർ ഓൾറെഡി അൺലോക്ക് ആയിരുന്നു. തുറന്ന് അവൾ അകത്തേക്ക് വരുന്നുണ്ട്. തീ ഇങ്ങനെ കാണുമ്പോൾ അവൾ ആകെ വറീഡാകുന്നു. ഇതിനു മുന്നേ തീ ഒരിക്കലും ഇത്ര അപ്സെറ്റായിട്ട് സീന കണ്ടിട്ടില്ല.
കാര്യം എന്താണെങ്കിലും നിനക്ക് എന്നോട് ഷെയർ ചെയ്യാമെന്ന് അവൾ പറയുന്നു. തീ പെട്ടെന്ന് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. ലീ നടന്നു വരുമ്പോൾ പെട്ടെന്ന് ഞാൻ അവന്റെ ഫ്രണ്ടിലേക്ക് വരുന്നു. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞാണ് ഇങ്ങനെ പെട്ടെന്ന് എന്റെ ഫേസിന് മുന്നിലേക്ക് വരരുതെന്ന്. നിന്നെ കാണുമ്പോൾ എനിക്കൊരു കാര്യം മാത്രം ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ? കൈപ്പുള്ള പാവയ്ക്കാന്ന് അവൻ പറയുന്നു. അത് ശരി, എന്നെ കാണുമ്പോൾ നിനക്ക് പാവയ്ക്ക് ഓർമ്മ വരുന്നല്ലേ? എന്നാൽ നിന്നെ കാണുമ്പോൾ എനിക്ക് അടി ഉണ്ടാക്കുന്ന പൂച്ച ഓർമ്മ വരുന്നേന്ന് അവളും പറയുന്നു. നോക്കൂ, ഞാൻ ഇന്ന് ഫൈറ്റ് ചെയ്യാൻ ഒട്ടും മൂഡിലല്ല. ടീസാറിന്റെ കാര്യത്തിൽ ഞാൻ ഓൾറെഡി അപ്സെറ്റാണ്. ആരോടെങ്കിലും ഇത് ഷെയറാൻ ആഗ്രഹിക്കുന്ന അവൻ പറയുന്നു. എന്തോ സീക്രട്ട് കാര്യമാണെന്ന് നണ്ണ് മനസ്സിലാകുന്നു. അവൾ പെട്ടെന്ന് അവന്റെ ക്ലോസ് ആയിട്ട് വന്ന് വളരെ സ്വീറ്റായിട്ട് സംസാരിക്കുന്നു. നീ ഷെയറാൻ ആഗ്രഹിക്കുന്നു, എന്നോട് പറയൂ, ഞാൻ കേൾക്കാമെന്നെല്ലാം അവൾ പറയുന്നുണ്ട്. നണ്ണിനെ ഇത്രയും ക്ലോസ് ആയി കാണുമ്പോൾ തീയുടെ മദറിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ലീ അവളോട് പറയുന്നു. ഞാൻ നേരെ വന്ന് ഈ കാര്യങ്ങളെല്ലാം സീനോടും പറയുന്നുണ്ട്. തീയുടെ മദർ പണ്ട് തീ ഉപേക്ഷിച്ചു പോയെന്നും ഇപ്പോൾ തീയെ കാണാൻ വന്നെന്നും അവർക്കിടയിൽ നടന്ന കോൺവെർസേഷനെ കുറിച്ചുമെല്ലാം. തീ ഇത്രയും അപ്സെറ്റ് ആകാൻ കാരണം എന്താണെന്ന് സീനയ്ക്ക് മനസ്സിലാകുന്നു. നെക്സ്റ്റ് സീനിൽ തീ വരുന്നു വെയിറ്റ് ചെയ്ത് സീന റൂമിലിരിക്കുകയാണ്. പക്ഷെ കുറെ നേരമായിട്ടും തീ വരുന്നില്ല. സോ അവനെ അന്വേഷിച്ച് അവൾ അവന്റെ റൂമിലേക്ക് വരുന്നുണ്ട്. അവൻ ഓൾറെഡി റൂമിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. സൈഡിൽ സ്ലീപ്പിംഗ് പിൽസ് ഇരിക്കുന്ന കാണുമ്പോൾ പിൽസ് കഴിച്ച് അവൻ ഉറങ്ങിയെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. തീ എന്തുമാത്രം അപ്സെറ്റ് ആണെന്ന് അവൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. അവനെ ടേക്ക് കെയർ ചെയ്യാനായി അവൾ അവിടെ ഇരിക്കുന്നു. രാത്രി മുഴുവൻ അവന്റെ കൂടെ അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. നെക്സ്റ്റ് മോർണിംഗിൽ തീ എണീക്കുമ്പോൾ തന്റെ സൈഡിൽ ഇരുന്ന് ഉറങ്ങുന്ന സീനെ കാണുന്നു. അവളെ നേരെ കെടുത്താനായി അവൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും സീന ഉണരുന്നു. നീ ഓക്കെ ആണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. നീ എന്താ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ എന്തിനാ അപ്സെറ്റ് ആകുന്നത്? ഞാൻ ഓക്കെയാണ്. കമ്പനിയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. നീ എന്നെക്കുറിച്ച് വറി ചെയ്യണ്ട, ഞാൻ ഓക്കെയാണ്. നിന്റെ മുന്നിൽ ഞാൻ നിൽക്കുകയല്ലേ, എന്നെ കണ്ടിട്ട് ഞാൻ അപ്സെറ്റ് ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. എന്തായാലും ഞാൻ ഒരുപാട് ബിസിയാണ്, കമ്പനി പോവുകയാണെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നുണ്ട്. തീയെ കാണാനായി തീയുടെ മദർ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അവർ ലീയോട് എനിക്ക് എൻ്റെ മകനെ കാണണം, പ്ലീസ് എനിക്ക് പെർമിഷൻ തരാൻ പറയുന്നു. സോറി മാഡം, തീ സാർ തന്നെയാണ് നിങ്ങളെ അകത്തേക്ക് കയറ്റരുതെന്ന് പറഞ്ഞത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ലീയും പറയുന്നു. തീ അവിടേക്ക് വരുന്നുണ്ട്. മദർ നിൽക്കുന്ന കണ്ട് ലീയെ വിളിച്ച് ഒരുപാട് പണം അവന്റെ കയ്യിൽ കൊടുക്കുന്നു. നീ ഈ പണം കൊണ്ട് ആ ലേഡിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇനി മേലാൽ ഇവിടേക്ക് തിരിച്ചു വരരുതെന്നും എവിടെ നിന്നാണോ വന്ന് അവിടേക്ക് പോകാൻ പറയാൻ പറയുന്നു. ലീ അതുപോലെ ചെയ്യുന്നുണ്ട്. തീയുടെ മദർ ഓടി വന്ന് അവന്റെ കയ്യിൽ പിടിക്കുന്നു. നീ ഒരു മിനിറ്റ് നിൽക്കൂ, എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാൻ അവർ പറയുന്നുണ്ട്. നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടിരുന്നോ? നിങ്ങളുടെ പുറകെ ഞാൻ ഓടി, എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഒരു തവണ പോലും എന്നെ നോക്കിയില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. പിന്നെ ഞാൻ എന്തിനാ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത്? എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ അറിയാം. എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല, നിങ്ങളുടെ സ്നേഹത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഇവിടുന്ന് പോകാൻ തീ പറയുന്നുണ്ട്. മദർ ആകട്ടെ അവന്റെ കയ്യിൽ പിടിച്ച് അവനെ തടയാൻ ശ്രമിക്കുന്നു. തീ പെട്ടെന്ന് കൈ വലിക്കുന്നുണ്ട്. ഈ കാരണത്താൽ തല ഇറങ്ങി ആ സ്ത്രീ താഴെ വീഴുന്നു. ലീ ഓടി വന്ന് ആ ലേഡിയെ പിടിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും കണ്ടിട്ടൊന്നും തീയുടെ മനസ്സലിയുന്നില്ല. എത്രയും പെട്ടെന്ന് ഈ സ്ത്രീ വെളിയിലാക്കാൻ ലീയോട് തീ പറയുന്നുണ്ട്. അപ്പോൾ സീൻ അവിടേക്ക് വരുന്നു. ഇതെല്ലാം അവളും കാണുന്നുണ്ട്. ഇത് നിന്റെ മദറാണ്. മദറിനോട് ഒരിക്കലും നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഇവർക്ക് പറയുള്ള എന്താണെന്നെങ്കിലും നീ കേൾക്കണം. ചിലപ്പോൾ നിന്നെ ഉപേക്ഷിച്ച് പോകാൻ മദറിന്റെ പക്കൽ എന്തെങ്കിലും റീസൺ ഉണ്ടായിരിക്കും. മദർ ഹെൽപ്ലെസ് ആയിരുന്നിരിക്കും. നീ മദറിനെ പണ്ട് എത്ര സ്നേഹിച്ചിരുന്നോ ഇപ്പോഴും അത്രയും സ്നേഹിക്കുന്ന കാര്യം എനിക്ക് ഉറപ്പാണെന്നും സീന പറയുന്നുണ്ട്. സീന ലീയോട് തീയുടെ മദറിനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ ലേഡി ഇവിടെ ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞ് തീ അവിടുന്ന് പോകുന്നു. തീയുടെ മദറിന് ബോധം വരുമ്പോൾ തന്റെ മുന്നിൽ സീനെ കാണുന്നു. നീ ആരാണെന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഞാൻ തീയുടെ വൈഫാണെന്ന് പറഞ്ഞ് സീന സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാൻ തീയെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അവൻ ഒരിക്കലും അപ്സെറ്റായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്ത് ബെറ്റർ ഫീൽ ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞ് നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത് അവിടെ ഡ്രോപ്പ് ചെയ്യിക്കാമെന്ന് പറഞ്ഞ് സീന അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. ഇതെല്ലാം കേട്ട് തീയുടെ മദറും ഒരുപാട് അപ്സെറ്റ് ആകുന്നു. നെക്സ്റ്റ് സീനിൽ ക്രിറ്റിനോട് സംസാരിക്കാനായി നുട്ടു വരുന്നു. ഡോർ നോക്കിയെന്നുണ്ടെങ്കിലും ഒരു റെസ്പോൺസും കേൾക്കാത്തതുകൊണ്ട് അവൾ തുറന്നു നോക്കുന്നു. ജോലി ചെയ്ത് ക്രിറ്റ് അവിടെ നിന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. നുട്ട് അകത്തേക്ക് കയറി വരുന്നു. ക്രിറ്റിനെ ഇങ്ങനെ കാണുമ്പോൾ അവൾക്ക് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് അവനോട്.
സോ അവൾ പതുക്കെ അവൻ്റെ മുടിയിൽ തലോടുന്നു. തന്നെ ആരോ ടച്ച് ചെയ്യുന്ന പോലെ ക്രിട്ടിന് ഫീൽ ചെയ്യുന്നു. അവൻ പെട്ടെന്ന് ഉണരുന്നുണ്ട്. മുന്നിൽ ഞുട്ടു നിൽക്കുന്ന കണ്ട് മാഡം എപ്പോൾ വന്നു എന്ന് അവൻ ചോദിക്കുന്നു. ഇപ്പോൾ വന്നേ ഉള്ളൂ. നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പക്ഷെ നീ ഉറങ്ങുന്ന കണ്ട് നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ തോന്നിയില്ല എന്ന് ഞുട്ടും പറയുന്നു. അപ്പോൾ അവനൊരു കോള് വരുന്നു. സിരിയാണ് കോൾ ചെയ്യുന്നത്. കാവു സ്കൂളിൽ ഒരു കുട്ടിയുമായി ഫൈറ്റ് ചെയ്തു. അതുകൊണ്ട് ടീച്ചർ സിരിയെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കാവുന് സിരിയുടെ ഫോൺ നമ്പർ അറിയായിരുന്നു. സോ അവൻ പറഞ്ഞു കൊടുക്കുന്നത് സിരിയുടെ നമ്പറാണ്. ഇവിടെ ക്രിട്ടിനോട് തൻ്റെ കൂടെ വരാൻ സിരിയെ പറയുന്നുണ്ട്. ക്രിട്ട് പെട്ടെന്ന് ന്യൂട്ടിൻ്റെ അടുത്ത് വന്ന് അർജുൻ കോളാണ്, എനിക്ക് അത്യാവശ്യമായി പോകണമെന്ന് പറയുന്നു. ഇത് കേട്ട് ന്യൂട്ടിന് ഒരുപാട് ബാഡ് ഫീൽ ചെയ്യുന്നുണ്ട്. താൻ ക്രിട്ടിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ക്രിട്ട് ആകട്ടെ തന്നിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു.